മീശ ഒരു അഭിമാന പ്രശ്നമാണോ? പുരുഷത്വത്തിന്റെ പ്രതീകങ്ങളായ മീശയും താടിയും വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ മുളയ്ക്കാതിരുന്നാൽ അതൊരു അഭിമാന പ്രശ്നം തന്നെയാണ്. പ്രായം കുറച്ചേറെ ആയിട്ടും മീശയും താടിയും വളരുന്നില്ലല്ലോ എന്നാണ് പല യുവാക്കളുടെയും ചിന്ത. ചിലരൊക്കെ വില കൂടിയ മരുന്നുകൾ വാങ്ങി പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടും ഉണ്ടാവും. അങ്ങനെ വിഷമിക്കുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. അധികം പണച്ചെലവില്ലാതെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ. നിങ്ങൾക്ക് ആവണക്കെണ്ണെ പറ്റി അറിവുണ്ടായിരിക്കുമല്ലോ. കണ്ടിട്ടില്ലാത്തവർക്ക് പഴയ തലമുറയിൽപ്പെട്ടവർ പറഞ്ഞു തന്നുള്ള അറിവെങ്കിലും ഉണ്ടാകും. നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് ഏറ്റവും നല്ല ഔഷധമാണ് ആവണക്കെണ്ണ. അയ്യേ, ആവണക്കെണ്ണയോ എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളാൻ വരട്ടെ. മീശയുടെയും താടിയുടെയും വളർച്ചയ്ക്ക് ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് ആവണക്കെണ്ണ എന്ന് കരുതി വെറുതെ അങ്ങ് തേച്ചാൽ താടിയും മീശയും വളരും എന്ന് വിചാരിക്കരുത്. അതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം, രാത്രി കിടക്കുന്നതിന് മുമ്പായി മുഖം നന്നായി കഴുകി വൃത്തിയാക്കുക. നന്നായി തുടച്ച് ജലാംശം പൂർണ്ണമായി മാറ്റിയ ശേഷം 5 മില്ലി, അതായത് 1.5 ടീസ്പൂൺ ആവണക്കെണ്ണ എടുത്ത് മീശയിലും താടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ആവണക്കെണ്ണയും ബദാം ഓയിലും മിക്സ് ചെയ്ത് താടിയിൽ പുരട്ടുന്നതും രോമങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. ഒപ്പം ഭക്ഷണക്രമത്തിലും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ വെള്ളം കുടിക്കുക. ഇത് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുകയും രോമകൂപങ്ങളിലേക്കുള്ള രക്തഓട്ടത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ നിഷ്ഠ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ 15 ദിവസം കൊണ്ട് തന്നെ പ്രകടമായ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്.